എന്നിട്ടും എങ്ങനെയാണ് ഈ അച്ഛനും അമ്മയും ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും അയച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലടോ, നിങ്ങൾ ഞെട്ടീന? ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ 2025 കട്ട് ചെയ്യണ്ട, ഇത് കട്ട് ചെയ്യണ്ട, ഇതെല്ലാവരും കണ്ടോട്ട്. കാരണം എന്തൊക്കെ പൊട്ടി പോയത്. ഇത് ഒരു കാര്യം പറയാനും വിടില്ല, അല്ല കാറ്റ് പിടിക്കുന്നുണ്ടല്ലോ. അയ്യോ, കാറ്റടിക്കുന്ന എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇതേതാ പറഞ്ഞു. അപ്പൊ നമ്മള് ഉള്ളത് എവിടെയാണെന്നറിയാം, ഞങ്ങളോട് പറഞ്ഞൊരു കള്ളക്കടപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ മുങ്ങി മരിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അങ്ങോട്ടാരും പോകാനും പാടില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുണ്ട്, കടലിൽ ഇറങ്ങരുത്. പക്ഷെ നമ്മുടെ മലയാളികൾ അങ്ങനെയല്ലല്ലോ, നമുക്കൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇറങ്ങുകയും ചെയ്യും. അതാണ് നമ്മൾ. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ അവിടെ ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിയിട്ട്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം രണ്ടാളെ കാണാതായത്. അവരെ പിന്നെ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തു നിന്നാണ്. അതാണ് നിങ്ങളൊന്ന് ആലോചിക്കുക. മക്കളെ, ഒരു കാറ്റും മഴയാ വന്നത്. ആ കാറ്റും മഴയാന്ന് നിങ്ങൾ ഇപ്പോഴും കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഞെട്ടിക്കൊണ്ടിരിക്കലാണ് ഓരോ ദിവസമായിട്ട്. നമ്മുടെ നാട്ടിൽ എന്താണോ സംഭവിച്ചത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും സംശയരോഗത്തിൽ ഭാര്യനെ കൊല്ലുന്നു, അതുപോലെ തന്നെ സഹോദരിയെ കൊല്ലുന്നു. പിന്നെ അതുമാത്രവുമല്ല, ഇപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വളപ്പിൽ വരെ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. പിന്നെ ഒന്നാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരുത്തിനുമായിട്ട് 3.5 വർഷമായിട്ട് ഭർത്താവിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. 3.5 വർഷമായിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിടിച്ചിട്ട് നാട്ടുകാർ ചോദ്യപ്പോൾ അത് സദാചാര കൊലയായി. അതിന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ജയിലിലായി. ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് പറ്റിയതെന്ന് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് എല്ലാവരും ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്. കടങ്ങളായിട്ടും വിലക്കയറ്റമായിട്ടും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് നഷ്ടഭ്രാന്ത് പിടിച്ചിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പിന്നെന്താ എല്ലാ ടെൻഷനുകളും സംശയങ്ങളും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലെ ഒരു സഹോദരിയെ ഈ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തുന്ന ഒരു ഇത് നമ്മൾ കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരിയെ പറ്റിയിട്ടാവും അയാൾ പറയുന്നത്. സഹോദരിയുടെ വിവാഹബന്ധം വേർപ്പെടാൻ കാരണം സഹോദരി തന്നെയാണ്. സഹോദരിയുടെ ഫോൺ വിളിയാണ്. സഹോദരി എല്ലാവരും അത് ഏതോ ഒരുത്തിനുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അതിലുള്ള പ്രശ്നമാണ് വിവാഹബന്ധം വേർപ്പെട്ടത്. അതിനെ ചൊല്ലിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയും സഹോദരനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്നിട്ടും എങ്ങനെയാണ് ഈ അച്ഛനും അമ്മയും ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും അയച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സഹോദരിയുടെ പല്ലിൻ്റെ എന്തോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഒരാഴ്ചത്തേക്ക് റൂം എടുത്തതെന്ന് പറയുന്നുണ്ട് ഫ്ലാറ്റിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ അച്ഛനും അമ്മയും അയാളുടെ കൂടെ വിട്ടത്? ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ എങ്ങനെയാണ് വിട്ടത്? അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ദുരൂഹതകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നതിലും മുഴുവൻ തെറ്റാണ്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇയാളും സുഹൃത്തുക്കളും തമ്മിൽ ചേർന്നിട്ട് ആ സഹോദരി എന്തോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കൂടെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല മദ്യലഹരിയിലായിരുന്നു. അപ്പോൾ ഇനിയെങ്ങാനും ഇവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ? അതായത് നമുക്കറിയാലോ, ഈ മദ്യോ അല്ലെങ്കിൽ മറ്റേത് എന്തെങ്കിലും അകത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയില്ല സഹോദരിയില്ല, ആരാണെന്നൊന്നും മനസ്സിലാകത്തില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇവന്മാർ ചെയ്തിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ ഈ സഹോദരി തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും അവിടെ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയവും അവിഹിതവും അതുപോലെ തന്നെ മദ്യവും തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ കുളത്തുപുഴയിൽ, അതും കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. കത്രിക കൊണ്ടാണ് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിക്കൊലപ്പെടുത്തിയത്. അയാൾക്കും ഇതുപോലെ തന്നെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുര സംശയമെന്ന് പോലും. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സംശയ രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാവരും മിക്ക സ്ത്രീകളെന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ പിച്ചാത്തി പിടിയിലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ എന്താ പറയുക പെട്രോൾ ക്യാനിൻ്റെ മുന്നിലോ പോയിട്ട് അടിയറവ് വെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചോ മക്കളെ. അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും നിങ്ങൾ തയ്യാറാകരുത്. കാരണം സംശയം വന്നു കഴിഞ്ഞാൽ അയാളുടെ കൂടെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ആ ഒരു തൂങ്ങി മരിച്ച ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ഭർത്താവിനും സംശയം തന്നെയായിരുന്നേ. അവർക്ക് സംശയം തന്നെയായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവിന്. അപ്പോൾ ആ സംശയം അയാൾക്ക് സംശയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് 3.5 വർഷമായിട്ട് ഈ ഒരു പയ്യനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3.5 വർഷമായിട്ട് ബന്ധമുള്ളത് ആ ഒരു ഭർത്താവ് സംശയിച്ച് കഴിഞ്ഞാൽ അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ സംശയിക്കാത്ത രീതിയിൽ പോകേണ്ടതും നമ്മളുടെ കടമയാണ്.
അല്ലാതെ ഇതെല്ലാം എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതുപോലെ തൃശ്ശൂരിൽ നിന്നും ഒരു സ്ത്രീ ഇതുപോലെ വസ്ത്രാലയത്തിനെങ്ങാറ്റും പോയിട്ട് ജോലി ചെയ്യുന്നതാണ്. ആ സ്ത്രീ എന്ത് ചെയ്യും, നാട്ടിൽ നിന്ന് സാധാരണ പോലെ ബസ് കയറും. അത് കഴിഞ്ഞതിന് ശേഷം ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാമുകൻ്റെ കൂടെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കൂടെ ഇവർ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സംശയത്തിന് ഇടം നൽകുന്നത് നമ്മൾ തന്നെയാണ്, സംശയിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതൊന്നുമില്ലാതെ തൻ്റെ കുടുംബമാണ് വലുത്, ഇല്ലെങ്കിൽ തൻ്റെ ഭർത്താവാണ് വലുത്, തനിക്ക് തൻ്റെ മക്കളും ഭർത്താവും മതി എന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇവിടെ വരാനില്ല. നിങ്ങളുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യണം. സംശയം ഭർത്താവിനുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളെ തിരുത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഇത് അവസാനിപ്പിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വിവാഹ ബന്ധത്തിലേക്ക് പോകാം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, സംശയത്തിന് എങ്ങനെ ഇടവരുത്തുന്നത്, അങ്ങനെ ഇടവരുത്താതെ നിങ്ങൾ എല്ലാവരും ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പരിഹാരം കാണാവുന്നതാണ്. പിന്നെ ഈ സംശയ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും സംശയമാണ്. അതായത് അവർക്ക് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഭാര്യയെ നല്ല രീതിയിൽ കാണാൻ അവർക്ക് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ചില വേട്ടാവളിയന്മാരും നമ്മളെ ഇതിലുണ്ട്. അതുപോലെ തന്നെ സംശയ രോഗിയായ സ്ത്രീകളും ഉണ്ട്. പിന്നെ അവർ പിന്നെ അക്രമമൊന്നും കാണിക്കത്തില്ല. കാരണം വെച്ചാൽ വിധിയെ പഴിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുവായിരുന്നു. എല്ലാം വിധിയാണ്. ഭർത്താവിന് എല്ലാ കാര്യത്തിലും സംശയിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും വളരെ സന്തോഷകരമാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും നല്ല കാറിൽ യാത്ര ചെയ്യുന്നു, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ആക്റ്റീവാണ്. ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇടുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടാണ് പോകുന്നത്. ഈ 2 ദിവസം മുമ്പൊക്കെ ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇട്ടിട്ട് ഭാര്യയും ഭർത്താവും പിറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യനെ കുത്തിക്കൊല്ലുകയാണ്. അതായത് സംശയം മൂത്തിട്ട് കുത്തിക്കൊല്ലുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ. തമിഴന്മാരിലും നന്നായി, തമിഴന്മാരും തെലുങ്കന്മാരും ഹിന്ദിക്കാരിലെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡീസൻ്റായി. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേരിന് പോലും ഒരു സംഭവം നടക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ വരുന്നത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് എന്താണ് പറ്റിയത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മുടിഞ്ഞ വിദ്യാഭ്യാസം തന്നെയാണോ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വരെ നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരുമ്പം തന്നെ ചങ്കിൽ തീയാണ്. ഭഗവാൻ ഇവർക്ക് നാളെ കർണാടകത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ 6 ലക്ഷം 7 ലക്ഷം ഉറുപ്പ്യാണ് വേണ്ടത്. ഇതൊക്കെ കണ്ടെത്തണമല്ലോ ഇന്ന് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പഠിക്കുന്ന കുട്ടികളുമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ചുറ്റുപാടിലെന്ന് പറഞ്ഞാൽ സംശയങ്ങളും രോഗങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എന്താ പറയുക വിലക്കയറ്റങ്ങളും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പം പട്ടിണി കിടക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ 500 ഉറുപ്പ്യ വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ വരുമാനമില്ലാത്തൊരു കുടുംബം ഇപ്പോൾ ഈ മഴ കാരണം എന്ന് പറഞ്ഞാൽ ജോലി വരില്ല. ആ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എന്താ പറയുക പൈസ ഇല്ലാത്തപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിനും പിന്നെ ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞാൽ മദ്യപാനം തന്നെയാണ്. മദ്യപാനം ഒരു വലിയ വില്ലനാണ്. മദ്യപാനമുണ്ട്, അതുപോലെ തന്നെ MDMA ABCD നല്ല മറ്റേ എനിക്കിൻ്റെ പേര് വരെ അറിയില്ല കേട്ടാ, കഞ്ചാവ് എന്ന് പറയാം നമുക്ക്. ഈ കഞ്ചാവ് വരെ നമ്മുടെ നാട്ടിലെ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് രാത്രിയാകുമ്പോൾ ഇവരൊക്കെ പറയുന്ന ന്യായം എന്നാന്നല്ലേ, അതായത് ടെൻഷൻ കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് ഗവൺമെൻറ് പോലും വല്ല വിലയും കൊടുക്കുന്നുണ്ട്, അതൊട്ട് കൊടുക്കുന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ബീവറേജ് കണ്ടിട്ടുണ്ടോ കുറച്ച് വൃത്തിമാനാരത്തിലൂടെ? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത് ലഹരികൾ തന്നെയാണ്. ഈ ലഹരികൾ തന്നെയാണ് നമ്മുടെ സംശയവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ലഹരിക്ക് അടിമയാകാതെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നിർത്താനും പറ്റില്ല ഓരോ മനുഷ്യന്മാർക്ക്. അത് പിന്നീട് ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ ഈ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 പറഞ്ഞപ്പോഴും ഇങ്ങനെ മരണങ്ങൾ വരുമ്പോഴേ നമ്മളെല്ലാവരും ഇപ്പോൾ അതിൽ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ഇല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതങ്ങ് പൊരുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ 2025 കുറ്റം പറഞ്ഞു. 2025 ഇതുപോലെ തന്നെയാണ്. 1-ാം തീയതി തന്നെ നമ്മൾ കേട്ടത് കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ 2025 നമ്മൾ പഴച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒളിച്ചോടുകയാണ് ജീവിതത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സംശയത്തിന് വരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഇല്ലാതിരിക്കുക. അതാണായാലും പെണ്ണായാലും അവൻ്റെ കുടുംബം തന്നെയാണ് വലുത്, അല്ലെങ്കിൽ ഒരു മണ്ണാങ്കട്ടിയല്ല വേറെ. അത് മനസ്സിലാക്കുക. ഏതോനെ ഫോൺ ചെയ്യലോ ഓന് ഹായ് വിടലോ ഓന് ലൗച്ചനം വിടലോ ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. പിന്നെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അത് നിങ്ങൾ മറന്നുകൊണ്ട. ബൈ ബൈ.